ഹായ് വെൽക്കം ബാക്ക് ഗെയ്സ്. അർജന്റീനയും വെനിസുലയും തമ്മിലുള്ള സൗഹൃദ മത്സരത്തിലെ രണ്ടാമത്തെ മത്സരത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഹൈലൈറ്റ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ലയോണൽ മെസ്സി, അർജന്റീനൻ സൂപ്പർ താരം ലയോണൽ മെസ്സി ഇല്ലാതെയാണ് അർജന്റീനൻ സ്ക്വാഡ് ഇന്ന് വെനിസുലയ്ക്കെതിരെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. അർജന്റീനയുടെ വളരെ നല്ലൊരു മുന്നേറ്റം, പക്ഷേ ഗോളി അത് തട്ടി അകറ്റുകയാണ്. വളരെ നല്ലൊരു മുന്നേറ്റമായിരുന്നു മാർട്ടിനസിൻ്റെത്. ലൗട്ടാരോ മാർട്ടിനസ് അർജന്റീനയിൽ ലയണൽ മെസ്സി ഇല്ലാത്ത മത്സരത്തിൽ തകർത്താടുകയാണ് മാർട്ടിനസ്. വീണ്ടും അർജന്റീനയുടെ ഭാഗത്തു നിന്നും വളരെ മനോഹരമായ ഒരു പാസ്സായിരുന്നു, പക്ഷേ അത് അവിടെ മിസ് പാസ്സായി മാറുന്നു. വീണ്ടും അർജന്റീനൻ ഭാഗത്തു നിന്ന് മറ്റൊരു മുന്നേറ്റം നിലയിൽ വളരെ ശക്തമായിട്ടുള്ള മത്സരമാണ് കാഴ്ചവെക്കുന്നത് അർജന്റീനൻ സ്ട്രൈക്കേഴ്സ്. പ്രത്യേകിച്ച് ലൗട്ടാരോ മാർട്ടിനസും അതോടൊപ്പം ജൂനിയർ അൽവാരസും ഒക്കെ തകർത്താടുകയാണ് ഈ മത്സരത്തിൽ എന്ന് പറയാതെ വയ്യ. ലയണൽ മെസ്സി ഇല്ലാതെയാണ് അർജന്റീനയുടെ ഈ സ്ക്വാഡ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. 2 മത്സരമാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഒന്നാമത്തെ മത്സരത്തിന്റെ പ്രസക്ത ഭാഗം കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഷോട്ട്. വീണ്ടും അർജന്റീനയുടെ മുന്നേറ്റം, അത് ഗോൾ പോസ്റ്റിൽ തട്ടി അകലുകയാണ്. നിക്കോ പാസിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഷോട്ട്. വീണ്ടും അത് അർജന്റീനൻ മുന്നേറ്റം തന്നെയാണ് മത്സരത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. വെനിസുല വെറും കാഴ്ചക്കാരായി മാറി നിൽക്കുന്നു. വെനിസുലയുടെ മനോഹരമായ ഷോട്ട്, അത് പുറത്തേക്ക് പോകുന്നു. വീണ്ടും അർജന്റീനൻ ഭാഗത്തു നിന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു മുന്നേറ്റം. വളരെ മനോഹരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്, പക്ഷേ അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. ഡിഫൻഡേഴ്സ് അവിടെ തടുത്തിടുകയാണ് അർജന്റീനൻ സ്ട്രൈക്കറിനെ. വീണ്ടും വെനിസുലയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മുന്നേറ്റം. ഗോളെന്നുറച്ച മനോഹരമായ ഒരു നിമിഷം, അത് ഹെഡർ പുറത്തേക്ക് പോവുകയാണ്. മത്സരം പുരോഗമിക്കുന്നു. വീണ്ടും അർജന്റീനൻ മുന്നേറ്റം തന്നെയാണ് മത്സരത്തിൽ കാണാൻ സാധിക്കുന്നത്. വീണ്ടും വളരെ മനോഹരമായി ലക്ഷ്യം കാണുന്നു അർജന്റീന. ലയണൽ മെസ്സി ഇല്ലാത്ത മത്സരത്തിൽ അർജന്റീനൻ മിഡ്ഫീൽഡർ, ടോട്ടനാമിന്റെ മിഡ്ഫീൽഡർ ഗ്യോവാനി ലോ സെൽസിയോ കൂടി അർജന്റീന ഇപ്പോൾ മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഒരു ഗോളിന് അർജന്റീന ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. ലയണൽ മെസ്സി അവിടെ ഗാലറിയിലിരുന്ന് കളി കാണുന്നു. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കളി വീക്ഷിക്കുകയാണ് ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം. മത്സരം പുരോഗമിക്കുകയാണ്. പോസ്റ്റിനകത്ത് പെനാൽറ്റി ബോക്സിന് അടുത്ത് നിന്ന് ഒരു ഫ്രീ കിക്ക്, അത് പോസ്റ്റിലേക്ക് പോകുന്നു, പക്ഷേ ഗോളി തട്ടി അകറ്റുകയാണ്. ഒരുപക്ഷെ ഈ മത്സരത്തിൽ വെനിസുലയുടെ വലിയൊരു പരാജയത്തിൽ നിന്നും വെനിസുലയെ രക്ഷിച്ചത് ഗോൾ കീപ്പർ ആണെന്ന് പറയണം. ലൗട്ടാരോ മാർട്ടിനസ് ആണ് ഇന്ന് അർജന്റീനയുടെ കുന്തമുന. ലൗട്ടാരോ മാർട്ടിനസിനെയാണ് ലയണൽ മെസ്സിക്ക് പകരം ആക്രമണത്തിന്റെ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. എതിർഗോൾ മുഖത്തേക്ക് മിസൈലുകൾ പോലെ ഷൂട്ടുകൾ പായിക്കാൻ കഴിവുള്ള കാൽപന്ത് കളിക്കാരനാണ് ലൗട്ടാരോ മാർട്ടിനസിന്റെ മനോഹരമായ ഒരു ഷോട്ട്. ലൗട്ടാരോ മാർട്ടിനസിന് മികച്ച പിന്തുണയുമായി ജൂനിയർ അൽവാരസും തകർത്താടുകയാണ് കളിക്കളത്തിൽ. വെനിസുലയ്ക്ക് ഒന്നും ചെയ്യാനാവാതെ ഒരു പരിക്കൻ കളി പുറത്തെടുക്കുന്നു ലൗട്ടാരോ മാർട്ടിനസ്. എപ്പോഴും വലിയ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു താരമാണ് ലൗട്ടാരോ. സെക്കൻഡ് ഹാഫ് ഇവിടെ ആരംഭിക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ അർജന്റീനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മുന്നേറ്റം, പക്ഷേ അത് പ്രതിരോധം അവിടെ തകർത്തെറിയുകയാണ്. വീണ്ടും അർജന്റീനൻ ഭാഗത്തു നിന്നുള്ള ഒരു ഗോളാക്കാൻ സാധ്യതയുള്ള ഒരു മുന്നേറ്റമായിരുന്നു, പക്ഷേ ലൗട്ടാരോ മാർട്ടിനസിനെയാണ് വെനിസുല താരങ്ങൾ, പ്രതിരോധ നിരക്കാർ വലിയ രീതിയിൽ മനോഹരമായ ഒരു സാധ്യത, പക്ഷേ അത് വീണ്ടും തട്ടിമാറ്റുന്നു. വീണ്ടും മനോഹരമായ ഒരു സാധ്യത, അത് കൺഫ്യൂഷനായി മാറുന്നു. മത്സരം പുരോഗമിക്കുകയാണ്. അർജന്റീനയും വെനിസുലയും തമ്മിലുള്ള സൗഹൃദ മത്സരത്തിലെ ഒന്നാമത്തെ മത്സരത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഹൈലൈറ്റ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു യെല്ലോ കാർഡിന്, ഒരു പരിക്കൻ കളി പുറത്തെടുത്ത വെനിസുല താരത്തിന് യെല്ലോ കാർഡ് എടുത്തു. ഒരു മനോഹരമായ ഫ്രീ കിക്ക്, പോസ്റ്റിന് അനുകൂലമായി പോസ്റ്റിന് തൊട്ടടുത്ത് നിന്ന ഫ്രീ കിക്ക്, പക്ഷേ അത് ഗോളി തട്ടി അകറ്റി മാറ്റി. വീണ്ടും മറ്റൊരു ഫ്രീ കിക്ക് വെനിസുലയുടെ പോസ്റ്റിലേക്ക്. അർജന്റീനയുടെ ഒരു വലിയ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം പന്ത് എല്ലായ്പ്പോഴും വെനിസുലയുടെ ഗോൾ മുഖത്ത് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ വെനിസുലയുടെ ഗോൾ കീപ്പർ ഇല്ലായിരുന്നുവെങ്കിൽ വെനിസുല ഏറ്റവും കുറഞ്ഞൊരു 10 ഗോളെങ്കിലും അർജന്റീനയിൽ നിന്നും വാങ്ങുമായിരുന്നു. തകർത്താടുന്ന പ്രകടനം തന്നെയാണ് വെനിസുലയുടെ ഗോൾ കീപ്പർ ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. കാരണം ഗോളെന്നുറച്ച ഒരുപാട് നിമിഷങ്ങൾ, ഒരുപാട് ഒറിജിനൽ ഗോളെന്ന് വിധിച്ച ഒരുപാട് ഷോട്ടുകൾ തട്ടി അകറ്റി മാറ്റി. വെനിസുലയുടെ മറ്റൊരു മുന്നേറ്റം, വീണ്ടും ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ് വെനിസുലയ്ക്ക്, പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. മറ്റൊരു കോർണർ ലഭിക്കുന്നു. കോർണറിൽ നിന്നും അപകടം ഒഴിവാവുകയാണ്. അവിടെ വീണ്ടും മനോഹരമായ ഷോട്ടായിരുന്നു, പക്ഷേ ലക്ഷ്യം കാണാൻ സാധിച്ചില്ല.
വീണ്ടും അർജന്റീനയുടെ മറ്റൊരു മുന്നേറ്റമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ വെനിസുലയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു കിക്ക്. പക്ഷേ ഡീപോൾ, അർജന്റീനയുടെ മാസ്റ്റർ ഗെയിം മേക്കർ ഡീപോൾ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായി കളത്തിലേക്ക് വന്നു. ഇനി കളിക്ക് മറ്റൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. മധ്യനിരയിൽ നിന്നും വളരെ വലിയ മുന്നേറ്റമാണ് അർജന്റീന. ചെറിയ ഒരു മിസ് പാസ് ആണെന്ന് പറയേണ്ടി വരും. ചെറിയ അകലത്തിൽ അവിടെ ഗോളാവാനുള്ള സാധ്യത നഷ്ടപ്പെടുകയാണ് അർജന്റീനയ്ക്ക്. വീണ്ടും അർജന്റീനയുടെ ഭാഗത്തു നിന്നുള്ള മുന്നേറ്റം തന്നെയാണ് കളിയിൽ കാണുന്നത്. മനോഹരമായിട്ടുള്ള ഒരു സേവിൽ കൂടി വീണ്ടും വളരെ, കാരണം ഒരു തരത്തിലും ഉത്തരവാദിത്തമില്ലാത്ത ആക്രമണ നിരയാണ് അർജന്റീനയുടേതെന്ന് പറയേണ്ടി വരും. കാരണം ഒരു തരത്തിലും ലക്ഷ്യം കാണാൻ സാധിക്കുന്നില്ല. ഏറ്റവും തുറന്ന ഒരുപാട് ഓപ്പൺ ചാൻസുകൾ അടക്കം ലഭിച്ചിട്ടും അത് ഗോളാക്കാൻ അർജന്റീനൻ സ്ട്രൈക്കേഴ്സിന് സാധിച്ചിട്ടില്ല എന്നത് വലിയ മെക്കാലിസ്റ്റർ, കഴിഞ്ഞ വേൾഡ് കപ്പിലെ സൂപ്പർ താരമായിരുന്നു മെക്കാലിസ്റ്റർ മനോഹരമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. വീണ്ടും മറ്റൊരു ചാൻസ് നഷ്ടപ്പെടുത്തുന്നു അർജന്റീന ഹെഡറിൽ കൂടി. ലയണൽ മെസ്സി ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക്